ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. കണ്ണുകളടച്ചാട്ടെ, എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. സ്തോത്രം. ദൈവത്തിന് ഇപ്രകാരം പറയുന്നുണ്ട്. സ്തോത്രം. വിശുദ്ധിയില്ലാതെ വിശുദ്ധനായ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഒന്ന് ശുദ്ധീകരണത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും കുറവ് കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് സ്തോത്രം ചെയ്യുക. അപ്പൊ ഇന്ന് കേൾക്കുന്ന വചനം അത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുവാൻ, അതിനനുസരിച്ച് ജീവിപ്പാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞത് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. നിങ്ങൾക്കറിയാം, നമ്മൾ ഏതൊക്കെ തെറ്റിൽ പോയിരുന്നോ, തെറ്റിൽ പോകാതിരുന്നോ, തെറ്റുകളിൽ നിന്ന് ദൈവം രക്ഷിച്ചെന്നോ ഒക്കെ സെൽഫായിട്ട് അറിയാവുന്നതുകൊണ്ട് മൗനമായിട്ടോ അല്ലെങ്കിൽ ഉറക്കുകയോ എങ്ങനെയായാലും ഒന്ന് ഏറ്റു പറഞ്ഞ് സ്തോത്രം പ്രാർത്ഥിച്ചാട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കും, ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കും, ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കും. അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ആഹാരം നൽകി നാഥൻ. അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ആഹാരം നൽകി നാഥൻ. കരകാണാ കടൽ പോലെ ദൈവത്തിൻ സ്നേഹം ഇതാ, ആദിയുമന്ത്യനുമായി നമ്മോട് കൂടെയുണ്ട്. ആദിയുമന്ത്യനുമായി നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വചനവുമായി ഞങ്ങളുടെ സന്ധിയിൽ നിൽക്കുന്ന അതിനെ കേൾക്കുന്ന ജനത്തെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാൻ ആമീൻ കർത്താവേ, എൻ്റെ നാവിനെ നിന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവ് സകല നിയന്ത്രിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സക്കായി. ഹല്ലേലൂയ. സക്കായിയെ പറ്റി നമുക്കറിയാം. സക്കായി ആൾ പൊക്കം കുറഞ്ഞവനായിരുന്നു. അവൻ സ്തോത്രം ചുങ്കം പിരിക്കുന്നവനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്തോത്രം. എന്നാൽ സ്തോത്രം അതിനൊന്ന് ഡീപ്പായിട്ട്, അതായത് തന്നെ ഒന്ന് അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും എന്നുള്ള ഒരു വാഞ്ചയിലാണ് ഞാൻ ഇത് നിങ്ങൾ ഈ വിഷയം എന്നോട് മുമ്പിൽ നിൽക്കുന്നത്. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വയ്ക്കുന്നത്, അവൻ എരിഹോവിലെത്തി. സ്തോത്രം. എരിഹോ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്, അല്ലെ? എരിഹോ എന്നുള്ളത് സ്ഥലത്തിന്റെ പേരാണ്. എരിഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? എരിഹോനെ പറ്റി എന്ത് പറയാം? നിങ്ങൾക്ക് എന്തറിയാം? ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ ജനം സ്തോത്രം മിസ്രൈമിൽ കടന്നു വരുമ്പോൾ, ദൈവം പാലും തേനും കൊടുക്കാമെന്ന് പറഞ്ഞ ആ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഓരോ സ്ഥലത്തെയും ആൾക്കാരെ കൊന്നും മുടിച്ചും മാറ്റിയും ഒക്കെ ആണ് ദൈവം ഓരോ സ്ഥലങ്ങൾ കൊടുത്തത്. ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചവരും, ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുവരുമ്പോൾ ഇവര് വരുന്ന വഴി ഉള്ളിക്ക് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും പിറുവിറുക്കുകയും ദൈവം നിയോഗിച്ച ആൾക്ക് നേരെ കൈയോങ്ങുകയും ചെയ്തത് പ്രകാരം പിന്നത്തെ കൊടുക്കാന്ന് പറഞ്ഞെല്ലാം യുദ്ധം ചെയ്യാനാണ് മേടിക്കേണ്ടത്. നിങ്ങൾക്കൊന്നും മനസ്സിലായി?
നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ജീവിതം ഉള്ളപ്പോൾ അയ്യോ ഇത് കണ്ടുകൂടെ, എന്റെ ദൈവത്തിൽ കണ്ടുകൂടെ, അതോ ദൈവം നമ്മളെ പിന്നീട് കഷ്ടപ്പെടുത്തുന്നില്ല എന്നൊക്കെ ചോദിച്ച് പിറുപിറുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതേപോലെ പലതും വെട്ടിപ്പിടിക്കേണ്ടി വരും. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ എന്നെ അനുഗമിക്കുന്നവൻ അവനവന്റെ ക്രൂശ് ചുമക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂശ് എന്ന് പറയുന്നതിന് ഭാരമുണ്ട്, അതിനെ കൊണ്ടുപോകുന്നതിന് ഒരു പ്രയത്നമുണ്ട്, അതിനെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ, അത് നമ്മൾ എത്തേണ്ട സ്ഥാനം വരെ അത് കൊണ്ടുപോകുന്ന ചുമതലയും നമുക്കുണ്ട്. അപ്പൊ ക്രൂശ് എന്നുള്ളത് ഒരു ആശ്വാസ ജീവിതമല്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇവർ യെരിഹോവിൽ എത്തിയപ്പോൾ സ്തോത്രം യെരിഹോക്കാർ ഇത് നേരത്തെ അറിഞ്ഞു, ഇങ്ങനെയുള്ളവർ വരുന്നുണ്ട്, അതൊക്കെ നമ്മളെ യുദ്ധം ചെയ്ത് ജയിക്കും എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, അവർക്കൊരു ബുദ്ധി കൊടുക്കുന്നത് പോലെ ബുദ്ധി ദൈവം കൊടുത്തിട്ട് അവർ യെരിഹോവിന് ചുറ്റും ഒരു മതിൽ വലിയ കോട്ട കെട്ടി അവരതിനകത്ത് താമസം ഉറപ്പിച്ചു. അവർക്ക് അതിൽ സേഫായിട്ട് തോന്നി. സ്തോത്രം. നിങ്ങൾക്കെതിരെ ആരെങ്കിലും സ്തോത്രം ചെന്ന് വാടകോരുവാൻ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ശത്രു അങ്ങനെ ഹല്ലേലൂയ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവനെ ദൈവം വെറുതെ വിടുകയില്ല, ഒരു കോട്ട കെട്ടിയെങ്കിൽ സൂക്ഷിച്ചും കയ്യിൽ തരും. ഹല്ലേലൂയ. പിന്നെ ഇസ്രായേൽ ജനം വന്ന് ഒന്നാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം ചുറ്റി, 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി, ഒരുമനപ്പെട്ടത് കൊണ്ട് സ്തോത്രം ചെയ്തു, ഒരേപോലെ ആരാധിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനം ഒരുമിച്ച് നിന്നതുകൊണ്ട് ആ സ്തോത്രം യെരിഹോ അതിൽ ഇടിഞ്ഞു വീണ് ആ ശത്രുക്കളെല്ലാം ദൈവം കൊണ്ടുപോകാൻ അവരെ ഏൽപ്പിച്ചു. ആ സ്ഥലം അവർക്ക് കൈവശമാക്കാൻ കൊടുത്തു. നിങ്ങൾക്ക് എന്തിനു മനസ്സിലായോ? യെരിഹോ അതിനെ പറ്റിയാണ് പറയുന്നത്, യെരിഹോ സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. ആ സ്ഥലത്ത് എത്തിയപ്പോഴാണ്, കർത്താവ് എത്തിയപ്പോഴാണ് ഒരാൾക്കൂട്ടം കാണുന്നത്. സ്തോത്രം. ഒരാൾക്കൂട്ടം കണ്ടു. അപ്പോ സക്കാരി ഓടി വന്ന് നോക്കുമ്പോൾ സ്തോത്രം കാണാൻ കഴിയുന്നില്ല. സക്കാരി എന്ന് പറഞ്ഞാൽ സ്തോത്രം അവൻ ചുങ്കക്കാരനാണ്, അവൻ ധനവാനാണ്. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒരു വാക്യം വായിക്കാം. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെന്ന് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15, 16, 17, 18 വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. മത്തായി 18-ന്റെ 15. അതെ. ബോധം വരുത്തണം. നേടി സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെയ്യുക. അപ്പോഴും അവരെ കൂട്ടാക്കാൻ സഭയോട് അറിയിക്കുക. സഭയിൽ കൂട്ടാക്കാൻ അവനിലൊക്കെ തൊഴിലാളിക്കാരൻ ചുങ്കക്കാരൻ. സ്തോത്രം. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കാര്യം പറയുന്നത്, നമ്മൾ ഒന്നുകിൽ ഒരാൾ ചെന്ന് പറയും, അപ്പോഴും കേട്ടില്ല. രണ്ടാമത് 2 പേരുമായിട്ട് പോയി 3 പേര് പോയി പറയും, അപ്പോഴും കേട്ടില്ല. 3ാമത് സഭയെ കൊണ്ട് പറയിപ്പിക്കും, അപ്പോഴും കേട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവൻ ആരും പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? ചുങ്കക്കാരനും പുറം ജാതിക്കാരനൊക്കെ ഉണ്ട്. അപ്പൊ ചുങ്കക്കാരന്റെ ഒരു 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 സ്വഭാവത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ പൊതുവെ അവനെ തള്ളിക്കളഞ്ഞ ഒരവസ്ഥയിലാണ്. എന്നാൽ ധനവാന്റെ കാര്യം ഒന്നും വായിച്ചത്, ധനവാനുണ്ട് വന്നത് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 23 വരെ. സ്തോത്രം. അതിന്റെ അവസാന വാക്യം വായിച്ചാൽ അവൻ എത്രയും ധനവാനായതുകൊണ്ട്, അല്ലെ അവൻ മൊത്തം വായിച്ചോ, 12 മുതൽ വായിച്ചോ. എന്നീ കൽപ്പനകളെ ഞാൻ അറിയുന്നുവല്ലോ. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ വാക്കുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു, ഇനി ഒരു കുറവ് നിലനിൽക്കില്ല, എല്ലാം വിട്ട് പകുത്തു കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് നിശ്ചിതനായി തോന്നി. യേശു നോക്കിക്കോണം. ധനവാനെ പറ്റി, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകങ്ങളിൽ കിടക്കുന്ന കള്ളം എളുപ്പമാണ് എന്ന് നമുക്കറിയാം, അത് അസാധ്യമാണ്. അപ്പൊ എന്നാൽ ധനം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം. സ്തോത്രം. ഇവിടെ കാണിക്കുന്ന ധനവാൻ സ്തോത്രം നിന്ന് അത്രയും ധനവാനായതുകൊണ്ട് അപ്പൊ എന്തോ പറഞ്ഞത്, ഗുരുവേ. അപ്പൊ നീ പറഞ്ഞത് ശരിയാണ്, ഗുരു തന്നെയാണ്. അപ്പൊ ഞാൻ നിത്യജീവൻ പ്രാപിക്കണം എന്ത് ചെയ്യണം? നാം ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്തോത്രം. ഇവിടെ നല്ല ഭവനം കിട്ടുന്നതുകൊണ്ടാണോ? സ്തോത്രം ചെയ്യുന്നത്. രോഗത്തിന് സൗഖ്യം വരുന്നതുകൊണ്ടാണോ? അല്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം പിന്മാറിപ്പം ഇതൊക്കെ കഴിക്കിട്ടുമ്പോൾ. പക്ഷെ അതിനല്ല സ്തോത്രം. നാം ഇവിടെ ഇരിക്കുന്നത്, ഇന്ന് നാം സ്തോത്രം നാം ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കുന്നത്, ഈ ചൂടത്ത് ഇരിക്കുന്നത് നിത്യത ഉറപ്പായതുകൊണ്ടാണ്, ഒരു നിത്യവാസം നമുക്കുള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേട്ടെ,
ആമേൻ. നമുക്ക് നിത്യമേൻ ഇതെല്ലാം നശിച്ചു പോകും. നിങ്ങൾ നോക്കണം, ഇത് ഇത്രയും നമുക്ക് വിട്ട് കളയാൻ പ്രയാസമുള്ള ഇതൊക്കെ കത്തി നശിക്കുമെന്ന് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ നിന്നും. അങ്ങനെ നിത്യതയ്ക്ക് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നാം ഇന്നിവിടെ ഇരിക്കുന്നത്. അല്ലാതെ സ്തോത്രം ചെയ്യുന്നത് നമ്മുടെ രോഗത്തിന്റെ സൗഖ്യം ഇന്ന് എന്റെ കൂടെ ഞങ്ങൾ കാറിൽ വന്നാൽ മറ്റൊരു കാല് വയ്യ, വയസ്സായ മച്ചാണ് അത് സ്തോത്രം ചെയ്യുന്നു, കാല് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ കാല് വയ്യാത്തതുകൊണ്ട് ആ പ്രായത്തിൽ അങ്ങനെ തന്നെയാണിത്. അതിന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ ചെയ്യുന്നത് വിശ്വാസത്തോടെ പ്രത്യാശയോടെ എന്റെ കർത്താവ് ഒപ്പം വരും, അപ്പോഴെനിക്ക് പോകുന്നൊരു പ്രത്യാശയോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. മരണം എന്ന് പറയുന്നത് ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നത് അത് ആരെയും കൊത്തുകയല്ല, ആരുടെയും വാക്കിട്ട് വരുന്നതല്ല, എപ്പോഴാണോ എന്ന് ചേരാം സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നത് നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയം, ഈ സമയം എന്തെങ്കിലും നിങ്ങളുടെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ നിമത്തിയാൽ, എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നമുക്ക് വിട്ടുകളയാൻ പ്രയാസമുള്ളവർക്ക് വിട്ടുകളഞ്ഞാൽ സ്തോത്രം ചെയ്തു നമുക്ക് നിത്യത ഉറപ്പാക്കാൻ പറ്റും. അല്ലെങ്കിൽ നാം ഒരു സ്തോത്രം ചെയ്ത് വിശ്വാസിയെ പോലെ ഇവിടെ ഇരിക്കാനേ കഴിയുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ധനവാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നീ അപ്പൊ പറഞ്ഞു ഞാൻ ഉപവാസം നിൽക്കുന്നുണ്ട്, സ്തോത്രം ദശാംശം കൊടുക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വീണ്ടും കർത്താവ് അങ്ങനെയൊക്കെ നിനക്ക് ഒരു കുറവുണ്ട്, നീ നിന്റെ ധനമെല്ലാം വിട്ട് ദരിദ്രത കൊടുത്തിട്ട് പിന്നെ ഒന്ന് എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. അവിടെ സ്തോത്രം ചെയ്യുന്നു. അവൻ അത്രയും ധനവാനായതുകൊണ്ട് അത് കേട്ടപ്പോൾ അവന് ദുഃഖം വന്നു എന്നാണ് സ്തോത്രം ചെയ്യുന്നത്. അങ്ങനെ വിടാൻ മനസ്സിലാത്തവനായിരുന്നു സക്കായി. സ്തോത്രം ചെയ്യുന്നത്. ഒന്നും വിടാൻ മനസ്സിലാത്ത ധനവാന്റെ പട്ടികയിൽ വരുമ്പോൾ ഒന്നും വിടാൻ മനസ്സില്ല. സ്തോത്രം ചെയ്യുന്നത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവായിട്ട് വിട്ടുകളയാൻ മനസ്സില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞില്ലേ സ്തോത്രത്തിൽ നാം തള്ളപ്പെട്ടു പോകും. സ്തോത്രം. ഒരു സഭയിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ആരെയും ചേർപ്പാനല്ല വരുന്നത്, വിശുദ്ധരെ ചേർപ്പാനാണ് കർത്താവ് വരുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആരും ആമേൻ പറഞ്ഞില്ല. കാരണം വെച്ചാൽ നിങ്ങൾ വിശുദ്ധരായത് കൊണ്ട് തന്നെയാണ് ആമേൻ പറയാത്തത്. ഹല്ലേലൂയ. ഞാൻ പിന്നെ അത് തിരുത്തി പറയേണ്ടി വന്നു. ഞാൻ പറയുന്നു, വിശുദ്ധരായ നമ്മെ തീർപ്പാൻ തന്നെയാണ് കർത്താവ് വരുന്നത്. സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിയും വേർപാടോടും ജീവിച്ചില്ല എങ്കിൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ നിയമമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും വേണം. നമ്മുടെ പ്രാർത്ഥനയും നമുക്ക് കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ടെങ്കിലും വിശുദ്ധിയും വേർപാടില്ലെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും ദൈവമക്കളെ. അപ്പൊ സക്കായിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അവരൊന്ന് ചുങ്കക്കാരനായിരുന്നു, പിന്നെ അവനെ പറ്റി പറയുന്നത് ധനവാനായിരുന്നു, പിന്നെ ഒന്നൊരു കുറവുള്ളത് അവൻ പൊക്കം കുറഞ്ഞവനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പൊക്കം കുറഞ്ഞവനായിരുന്നു. പൊക്കം കുറഞ്ഞവർക്കൊക്കെ ഭയങ്കര സ്തോത്രം ചെയ്യുന്നു. സ്വഭാവമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 7 പൊക്കമുള്ളവന്റെ ഒക്കെ മൈൻഡും സ്തോത്രം ചെയ്യുന്നു അതേ ആവേശമൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. അവരൊപ്പം റെഡിയാണ് എന്തിനും, എന്നാൽ പൊക്കം കുറവാണ്. സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെയല്ല സ്തോത്രം ചെയ്യുന്നത്. ഇവിടെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, പൊക്കം കുറഞ്ഞവനോ പൊക്കം ഉള്ളവനോ വെളുത്തവനോ കറുത്തവനോ ജാതിയോ മതമോ ഒന്നും അല്ല ദൈവത്തിന് ആവശ്യം. സ്തോത്രം ചെയ്യുന്നത്. ഇവിടെ സക്കായി തീരുമാനമെടുത്തത് ഒന്ന് കർത്താവിനെ കാണണമെന്ന് ആര് വിചാരിക്കുന്നുവോ അവരെ ദൈവം പേരിൽ വിളിക്കും. വരാം. അടുത്ത് സ്തോത്രം ചെയ്തു യേശുവിനെ പറ്റി നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, യേശു എന്ന് പറയുന്നത് രോഗത്തിന് സൗഖ്യം തരാനാണ്. സ്തോത്രം ചെയ്യുന്നത്. എന്റെ കടങ്ങൾ മാറ്റി തരാനാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്നെ വഴിയെ പോകുമ്പോൾ വണ്ടി ഇടിക്കാതിരിക്കാനാണ്. സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിലുണ്ട്. ഒന്ന് വായിച്ചട്ടെ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പ്രസവിക്കും. നോക്കണം, അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട്. അപ്പൊ യേശു ആരാണ്? നമുക്ക് പാപങ്ങളിൽ നിന്ന് നമ്മുടെ പാപത്തിന് പരിഹാരമായി സ്തോത്രം ചെയ്യുന്നു. അവൻ കാൽവരി ക്രൂശിൽ അവസാനത്തിൽ രക്തം വരെ കൊടുത്ത് നിൽക്കുന്നു. നമ്മുടെ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവമക്കളെ ഇന്ന് നമുക്ക് ഇത്രയും ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ദൈവമക്കളായി ഇരുന്ന് അഭിമാനിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ സ്തോത്രം നമുക്ക് നമ്മുടെ കർത്താവിന് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയില്ലായിരുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ സ്തോത്രം ചെയ്യുന്നു നാം പുറംജാതിക്കാരനെ പോലെ ഇന്നും കിടക്കേണ്ടി വന്നേനെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ വെളിപ്പെടുത്തി ദൈവത്തിന്റെ സ്വന്തം പുത്രനെ നമുക്ക് തന്ന് സ്തോത്രം ചെയ്യുന്നു. അവൻ ക്രൂശിലെ മരണത്തോളം അവൻ അയസമുള്ളവനായി തീർന്നത് കൊണ്ട് ഇന്ന് നാം ദൈവമക്കളായി ഭാഗ്യമുള്ളവരായി തീർന്നത് കൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നത്. ഇനിയും ഒന്നുകൂടെ ഉണ്ട്. സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചാട്ടെ. മത്തായി 24:23-24. മത്തായി 24:23-24-25 വരെ. സ്തോത്രം. വലിയ അവന് ആരാധനകളോട് അത് തന്നെയാണ്.
കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. നോക്കണം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. കയ്യിലേക്ക് ദുഷ്ടന്മാരെ പോലും ദുഷിപ്പാനായി വിശുദ്ധിൽ നിൽക്കുന്നപ്പോഴും തെറ്റുകളാൻ എനിക്ക് സാധിക്കും. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നോക്കണം, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളും. നോക്കണം, സ്തോത്രം. അപ്പൊ നിങ്ങൾ ഓർത്തോണം, അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല കർത്താവ്. സ്തോത്രം ചെയ്യും. നിങ്ങൾ വിചാരിക്കും അപ്പം കർത്താനൊന്നും കഴിയില്ലെന്ന്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. ആദ്യം അവന്റെ രാജ്യനിധി അന്വേഷിച്ചാൽ ഇത് സകലതും ഇത് ലഭിക്കുമെന്നാണ്. സ്തോത്രം. അതുകൊണ്ട് അത്ഭുതവും അടയാളമല്ല കർത്താവ്. നിങ്ങൾ അതിൽ മാത്രം നിങ്ങൾ പിടിച്ചിരിക്കരുത്. സ്തോത്രം ചെയ്യുന്നത് നാം ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. സ്തോത്രം ചെയ്യുന്നത് കർത്താവ് എന്തിന് വന്നെന്ന് നമ്മൾ അറിയണം, ആർക്ക് വേണ്ടി വന്നെന്ന് അറിയണം. അങ്ങനെ അറിയുമ്പോൾ അത് എനിക്ക് വേണ്ടി എന്നറിയും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയണം. ആ അവസാനത്തിന്റെ രക്തം വരെ കൊടുത്ത് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നറിയണം. അതിന് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവ് ആരെന്ന് അറിഞ്ഞാൽ സ്തോത്രം നമ്മൾ അത്ഭുതത്തിന്റെ അടയാളത്തിന് പിറകെ പോകില്ല. എന്നാൽ നമുക്കതൊക്കെ വേണം. സ്തോത്രം ചെയ്യുന്നത് ഇത് വിശ്വസിക്കുന്നവരാൽ ഇത് സാധിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടക്കണമെങ്കിൽ അത് നടക്കും. സ്തോത്രം ചെയ്യുന്നത് നമ്മളൊരു ദൈവവേദനാണെങ്കിൽ അത് നടന്നിരിക്കും. സ്തോത്രം ചെയ്യുന്നത് പക്ഷേ സ്തോത്രം ചെയ്യുന്നത് നാം വല്ലവരെയും പോയിട്ട് വന്നിട്ട് ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ചിലപ്പോൾ നടക്കും. അവിടെ സ്തോത്രം ചെയ്യുന്നത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരുള്ള സ്ഥലമായിരിക്കും. സ്തോത്രം ചെയ്യുന്നത് നിങ്ങളത് മറന്നു പോകരുത്. സ്തോത്രം ചെയ്യുന്നത് നിങ്ങളത് ഓർക്കാതെ പോകരുത്. ക്രിസ്തു നമുക്ക് വേണം. അവൻ അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണിക്കുന്ന ദൈവം തന്നെയാണത്. പക്ഷെ അതിന്റെ പിറകെ പോകരുതെന്നുള്ളതാണ്. സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. അടുത്തത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പുരുഷാരം, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ 19-ാം അധ്യായം വായിച്ചതിന്റെ അവർ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രധാനിയായ പ്രമാണിയ ധനവാനായ മത്തായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെ ഇവിടെ നിന്ന് കാണുവാൻ ശ്രമിച്ചു. സ്തോത്രം ചെയ്യുന്നു. അവിടം വരെത്തി. അവൻ ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. പാസ് വന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ശ്രമം അവിടെ നടക്കുകയില്ല. ഹല്ലേലൂയ. യേശുവിനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ വിളിക്കണം. പാസ്റ്ററെ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനകത്ത് സ്തോത്രം നിങ്ങൾ വില കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ശ്രമം വരുന്നുണ്ട്. സ്തോത്രം. ഈ സക്കായി എന്താ ചെയ്തത്? അത് ശ്രമിച്ചിട്ട് ഓടിയെന്നായിരിക്കുന്നത്. അവിടെ സ്തോത്രം ചെയ്യുന്നത് യേശുവിനെ കാണാൻ വേണ്ടി ഓടിയെന്നാ. ഹല്ലേലൂയ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്തോത്രം നാം ഒരു ആവശ്യം വരുമ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചോളൂ. പാസ്റ്റർ തന്നെയാണ് ജോലി. അത് നിങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളെയൊക്കെ പറയാതെ തന്നെയും നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പുരോഹിതന്മാര്. സ്തോത്രം. ഇവിടെ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നത് പലപ്പോഴും ഞാൻ പല കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് സ്തോത്രം എന്റെ ഇവിടുത്തെ പാസിന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, വലിയ ശരീരം വെച്ചിട്ട് കുഞ്ഞാറ്റാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ നിങ്ങളെ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം ചെയ്യുന്ന ദേവദാസൻ പ്രായിരിക്കുന്ന സ്ഥാനത്ത് വേല വെളിപ്പെടാൻ വേണ്ടി നിങ്ങളെ ഈ ഒരു സമയം സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. ആദ്യമായിട്ട് വന്ന് കിടക്കാൻ നേരത്ത് റൂമിൽ കിടക്കാൻ നേരത്ത് ഞാൻ അന്നം വിട്ടുപോയി. സ്തോത്രം ചെയ്യുന്നു. വാസ കിടക്കുന്നതിന്റെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചപ്പോൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ ദൈവം അങ്ങനെയും പുലർത്തുന്നുണ്ടെന്നാണ് സത്യം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓരോ മനുഷ്യർക്കും സ്തോത്രം ചെയ്യുന്നു ഓരോ രീതിയിലാണ് ദൈവം സ്തോത്രം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസിന് കൊടുത്തു ശൂലം ഇല്ലേ? പൗലോസിന് ശൂലം കൊടുത്തു അഹങ്കരിച്ചു പോയിരിക്കാൻ വേണ്ടി. ഇത് അങ്ങനെയല്ല, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. അപ്പൊ അങ്ങനെ ഒരു വീക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ തന്നിരിക്കും ദൈവത്തെ നമ്മൾ നേരോടെ നിൽക്കേണ്ടതിന്. ആ മുട്ടുവേനുള്ളവരൊന്നും കൈവയ്ക്കും. മുട്ടുവേനുള്ളവർ. ഹല്ലേലൂയ. മുട്ടുവേന ഉണ്ട് ഈ ശരീരത്തിൽ, അല്ലാതെ പറയുന്നില്ല. സ്തോത്രം. ഈ ശരീരത്തിൽ മുട്ടുവേനുണ്ട്. അതൊക്കെ സ്തോത്രത്തിന് അവസാനം വരെ ഉണ്ട്. അത് നമ്മൾ ദൈവം പറഞ്ഞാൽ ഈ മുട്ട് നിങ്ങൾ തേയാതിരിക്കണം, എങ്കിൽ നടക്കാതിരിക്കണം, എങ്കിൽ ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ ഇരിക്കുകയും ചെയ്യും, നടക്കുകയും ചെയ്യും, തേയ്മാനം ഉണ്ടാവുകയും ചെയ്യും, അസ്വാഭാവിക വേന വരികയും ചെയ്യും. ഇതിന് പ്രാർത്ഥിക്കണോ? പക്ഷെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇവിടെ സ്തോത്രം ചെയ്യുന്നത് പുരുഷാരം നോക്കണം. പുരുഷാരം അങ്ങനെയാണ്. ഇവൻ ഓടി വന്ന് നോക്കിയപ്പോൾ ആൾ പൊക്കറവാണല്ലോ, ഒന്ന് നോക്കിയപ്പോൾ കാണാനില്ല, ഇവന് പറ്റുന്നില്ല. അങ്ങനെയാണ് സക്കായി മുമ്പോട്ട് ഓടിയത്. ഇവിടെ അതേപോലെ അവസ്ഥ യേശുക്രിസ്തു ഇരുന്ന സ്ഥലത്തും ഉണ്ടായി. യേശുക്രിസ്തു ഒരു ഭവനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ രോഗിയെ 3-4 പേര് കൊണ്ടുവരികയായിരുന്നു വീട്ടിലോട്ട്. എന്താ അറിയാമോ? അങ്ങനെ കൊണ്ടുവന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു ആ വീട് നിറച്ചു ആൾക്കാർ. ഇവർക്ക് അകത്തോട്ട് കയറാൻ കഴിയുന്നില്ല. അതിനകത്തൊരു ആത്മീയ മർമ്മമുള്ളത്. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല സഭയിലും പലരെയും വരാൻ പലരും അനുവദിക്കാറില്ല. കയറി അടഞ്ഞു നിൽക്കും. സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. അപ്പൊ ഇതേപോലെ അല്ലെങ്കിൽ സമൂഹം നമ്മൾ വീടിനടുത്തുള്ള ചിലപ്പം നല്ല നമുക്ക് ഇത്തിരി സഹായമുള്ളവരായിരിക്കും. പക്ഷെ നിങ്ങൾ പെന്തക്കോസ്തിലാ പോണേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവമക്കളോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നാണക്കേട് പോലെ. ഹല്ലേലൂയ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സമൂഹമാണത് നമ്മെ സമ്മതിക്കില്ല, നമ്മെ കാണാൻ സമ്മതിക്കില്ല. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. അങ്ങനെ നമ്മുടെ സമൂഹം നമ്മെ അനുവദിക്കില്ല പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണുവാൻ. കണ്ടാലുള്ള സംഭവം നിങ്ങൾക്ക് അറിയാലോ, അത് വരാൻ പോകുകയുള്ളൂ. പക്ഷെ ഈ കാണുവാൻ അനുവദിക്കുന്നില്ല. കണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ കർത്താവ് നമ്മളോട് നമ്മൾ പറഞ്ഞു വരികയുള്ളൂ. പക്ഷെ കാണുവാൻ അനുവദിക്കുന്നില്ല. ഈ സമൂഹം അങ്ങനെയാണ് ദൈവമക്കളെ, നമ്മെ കാണാൻ അനുവദിക്കില്ല. ഒന്നുകിൽ എങ്ങനെ വരും പറയുമ്പോ സീരിയലിന്റെ കൂടെ വരും, അല്ലെങ്കിൽ ടിവിയുടെ കൂടെ വരും, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ തന്ത്രങ്ങളുണ്ടല്ലോ, റീല്, സ്തോത്രം, പിന്നെ ടിക്ടോക്ക്, ഇങ്ങനെയൊക്കെ വന്ന് നമ്മെ നമ്മുടെ സമയങ്ങളെല്ലാം അടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും കാണേണ്ടതല്ല, കണ്ടോ. പക്ഷെ നമ്മുടെ ദൈവത്തിന് എടുക്കേണ്ട സമയം എടുത്ത് കൊടുത്തു കളയരുത്. അവിടെ ദൈവത്തിന് നമ്മളോട് സങ്കടം വരും. അങ്ങനെ വരുമ്പോൾ സങ്കടം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ക്യൂ നിൽക്കേണ്ടി വരും. എങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ തുണ്ടക്കെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ നേരെ കയറുമോ? ആ കാലത്തിലെ നമ്മൾ ഫ്രണ്ടില്ലേ ക്യൂ നിൽക്കത്തില്ലേ? അപ്പൊ ഇങ്ങനെ നിൽക്കും, ക്യൂ നിൽക്കണം. നമ്മളൊക്കെ 1 മണിക്കൂർ ഞാൻ നിൽക്കുമ്പോഴായിരിക്കും ഒരു ആക്സിഡന്റുകാരൻ ഓടി വന്നിട്ട് നേരെ ചെന്ന് കയറി കണ്ടിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോകുന്നത്. സ്വാതന്ത്ര്യം ചെയ്തു. ഹല്ലേലൂയ. ചില ആവശ്യത്തോടെ വന്നവരുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മൾ ക്യൂല, നമ്മള് അവിടെ നിന്ന് അവിടെ നോക്കി ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് ടി വി കണ്ട് നമ്മളെ സമയങ്ങളും മറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യം ചെയ്യുന്നത് ആവശ്യക്കാരൻ ആക്സിഡന്റ് ആയി ഇപ്പൊ എമർജൻസി ഇപ്പൊ വരുന്നുണ്ട്, വന്ന് ഡോക്ടറെ കണ്ടിട്ട് പോകും. ഹല്ലേലൂയ. ട്രീറ്റ്മെന്റ് ലഭിക്കും. ഹല്ലേലൂയ. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സ്തോത്രം ചെയ്യുന്നു. ഇതേപോലെ നമ്മെ സ്തോത്രം ചെയ്യുന്ന പൊതുജനം അനുവദിക്കില്ല നമ്മുടെ ദൈവത്തെ കാണുവാൻ, നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ഈ മുറുകെ പിടിക്കുന്ന കാര്യം വന്നതാ. ഒരിക്കൽ ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടക്കായിരുന്നു. അപ്പൊ ഒരു പാസ് കോട്ടയിൽ നിന്ന് പാസ് ഞങ്ങളുടെ വന്നു. ആ പാസ് ഞങ്ങൾക്ക് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു അമ്മച്ചി ഉണ്ട്. ആ അമ്മച്ചി സുഖനടക്കാണ്. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ ഞാനും ഈ പാസ് കൊണ്ടാണ് ആ അമ്മച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അമ്മച്ചി എടുത്ത് ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, പാസ് എന്റെ സ്ഥലം ഇത് കേസ് കിടക്കുന്നു, എന്റെ മക്കൾ അങ്ങനെ കിടക്കുന്നു, ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ഭയങ്കര ആവലാതി പറയും. ദൈവത്തിനോട് പറയും പോലെ അതങ്ങനെയാണ്. ദൈവദാസന്മാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുക. പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞു. അപ്പോ അമ്മച്ചി കൈ കമ്മ പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോ അമ്മച്ചി സ്തോത്രം എനിക്കൊന്ന് കൈ തന്നെ എന്നത് കൊണ്ട് അമ്മച്ചി വലത് കൈയിരുന്ന കമ്പ് മാറ്റിയിട്ട് ഇടതൈ പിടിച്ചിട്ട് വലതൈ കൊടുത്തു. അപ്പോ പാസ് വെച്ച്, എന്തിനാ നിങ്ങൾ കമ്പ് മാറ്റിയേ? വലതൈ പിടിച്ചിട്ട് കമ്പല്ലേ, എന്തിനാ മാറ്റിയത്? അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇത് മാറ്റിയാലേ എനിക്ക് ശരിക്കും പാസിനെ പിടിക്കാൻ കഴിയൂ. മനസ്സിലായോ? കൈയിരിക്കുന്ന കമ്പ് മാറ്റിയാലേ നമുക്ക് കൊടുക്കുന്ന കരം മുറുകെ പിടിക്കാൻ കഴിയുള്ളൂ. നമ്മളിരിക്കുന്ന മൊബൈല്, നമ്മളിരിക്കുന്ന വസ്തു, നമ്മളിരിക്കുന്ന സൗന്ദര്യം, നമ്മളിരിക്കുന്ന ധനം, നമ്മളിരിക്കുന്ന അഹങ്കാരം എത്തും നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കാൻ പറ്റുമോ? ഈ കഴിവുണ്ട്. അല്ലെ പറഞ്ഞട്ടെ, നിങ്ങളല്ല ഞാൻ പറഞ്ഞ അല്ലല്ലയ്യ, നിങ്ങളെ അല്ല ഞാൻ പറഞ്ഞത്. അല്ലേ പറഞ്ഞട്ടെ, അല്ലേ പറഞ്ഞട്ടെ, ഉറക്കെ പറഞ്ഞട്ടെ. അത് മാറ്റണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം എന്ത് കുറവുണ്ടെന്ന കാര്യം. ഇത് മാറ്റിയാൽ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയും. ആ പിടിക്കുന്ന പിടുത്തത്തിൽ ദൈവം നമുക്ക് എന്തൊക്കെ തരുന്ന അറിയുമോ? സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അതേറ്റത്തെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. അങ്ങനെ ഈ പൊതുജനം അനുവദിച്ചില്ല. അത് കാരണം സക്കായി വിട്ടുകൊടുത്തില്ല. സക്കായി വീണ്ടും ഓടി ഫ്രണ്ടോട്ട് ചെന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു. അവിടെ എന്നുണ്ടായിരുന്നു ഒരു കാട്ടത്തിമരം ഉണ്ടായിരുന്നു. സക്കായിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഏണിയെങ്കിലും അവിടെ കാണാൻ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കാണുമായിരിക്കും. ഈ പുകവർദ്ധന കയറാൻ ഭയങ്കര പാടായിരുന്നു. കാരണം തിരിച്ചു ഇറങ്ങിയപ്പോൾ അത് കാണൂല. ആരെങ്കിലും എടുത്ത് മാറ്റി കാണും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെക്കാം. പക്ഷേ സക്കായി അതിന്റെ മണ്ട കയറി സേഫായി. ഓ, ഇനി യേശു എന്നെ കാണില്ല, എനിക്ക് യേശുവിനെ കണ്ടാൽ നിങ്ങൾ പറഞ്ഞ പോലെ സൗഖ്യം ലാഭിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി, ഇനി യേശുവിന്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഓർത്തോണം, ഇപ്പൊ വിളി വരും. ഹല്ലേലൂയ. യേശുവിനെ വിളിക്കുന്നത് എത്ര ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങോട്ട് വിളിക്കണോ ഇവിടെ വിളിക്കണോ? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മുമ്പ് പോകുന്നത് ഭാഗ്യവന്മാരെന്നാണ്. സ്തോത്രം. വിശുദ്ധയുടെ മരണം യഹോവയ്ക്ക് വിലയേറുന്നതാണ്. അതൊന്നും നിങ്ങൾ ഭാരപ്പെടരുത്. സ്തോത്രം. ഇന്ന് മരിക്കാനും തയ്യാറാകണം. എങ്ങനെ? നിത്യത്തിൽ എത്തുമ്പോൾ ഒരു കോൺഫിഡന്റ്, ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സക്കായി കയറി അങ്ങ് ഇരിക്കുക. സ്തോത്രം ചെയ്തു. കണ്ടു യേശു വന്നു. സ്തോത്രം ചെയ്തു. അല്ല, യേശു കറക്റ്റ് താഴെ വന്നപ്പോൾ നമുക്കറിയാം യേശു അവിടെ നിന്ന് ഉയരത്തേക്ക് മേലോട്ട് നോക്കിയെന്നായിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനെ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പറഞ്ഞതിലേക്ക് വരുത്തുന്ന എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. ആകാശം ഭൂമി ഉണ്ടാക്കിയ
യഹോവയിൽ നിന്ന് വരുന്നു എന്ന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കും, പണ്ടത്തെ ആൾക്കാരൊക്കെ ദൈവത്തെ സ്തോത്രം മലകളിലും ദൈവം അങ്ങനെയാണ് ഇറങ്ങിയത്. മോറിയ മലയിലും സ്തോത്രം അവിടുത്തെ മലയിലൊക്കെ വന്നാണ് സ്തോത്രം ഇറങ്ങിയതും ദൈവം അദ്ദേഹത്തെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നതൊക്കെ. അങ്ങനെയെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. ഇവിടെ കർത്താവ് മേലോട്ട് നോക്കി എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മേലോട്ട് നോക്കുമ്പോഴേ സഖയെ കാണാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് പ്രവാചകനാണ് യേശു ക്രിസ്തു. ഇപ്പോഴത്തെ പ്രവാചകൻ പറയും പോലെ നാളെ അമ്മച്ചീരെ വീടെല്ലാം പുതിയ ചെയ്തു വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോവും. അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ട് പോവും. സ്തോത്രം നടന്ന് സ്തോത്രം അല്ലേ. പ്രവാചകന് ഞാൻ എതിരൊന്നുമല്ല, സ്തോത്രം ചെയ്യുന്നു. പ്രവചനം വേണം, സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ പറഞ്ഞ കർത്താവ് പറയണം വന്നിട്ട് അവിടെ സക്കായി ഇരിക്കണമെന്ന് പലരും ചിലപ്പോൾ അടുത്തുള്ള ആരെങ്കിലും കണ്ടായിരിക്കും സക്കായി മേലിക്കരിയുന്നതായിരിക്കും. പക്ഷെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നേരത്തെ കണ്ടുകിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ കർത്താവിനെ അറിയാം. സ്തോത്രം ചെയ്യുന്നു. എന്നെ ആവശ്യബോധത്തോടെ ഇവിടെ ഒരാൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് കർത്താവിനെ അറിയാം. സ്തോത്രം ചെയ്യുന്നു. എന്നെ ആരോ തൊട്ട് എന്ന് കർത്താവിന് അറിയാം. കർത്താവിന് അറിയാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ രക്തസാവക്കാരി സൗഖ്യത്തോടെ മടങ്ങിപ്പോയത്. അങ്ങനെയല്ലേ? എത്ര സൗഖ്യം വേണം? ഹല്ലേലൂയ. സൗഖ്യത്തോടെ മടങ്ങിപ്പോയത് സ്തോത്രം പറ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ച് കലയത്തേക്ക് പറഞ്ഞൊന്നുമില്ല. ഈ വചനങ്ങൾ ഏറ്റെടുത്തുള്ള സൗഖ്യം വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ഇപ്പോഴും അറിയില്ല, നിങ്ങൾ പോകുമ്പോൾ അറിഞ്ഞിരിക്കും. എങ്ങനെ വചനം ഏറ്റെടുത്താൽ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ സക്കായി, അപ്പൊ പ്രവചനം അതാണ്. കർത്താവ് വന്നിട്ട് സക്കായിയെ ഇറങ്ങി വാ. ഇവിടെ സക്കായി ഉണ്ടോന്നോ ചോദിച്ചിട്ടുണ്ടോ? എന്നിട്ട് പ്രവാചകൻ എന്ന് പറഞ്ഞു, എന്നെ ചേർന്നെടുത്താ പറയുന്നത്. അനിയനുണ്ടോ? ആ അനിയനുണ്ട്. അപ്പൊ ഇതാണ് അനിയൻ. എന്താ പണി? ഞാൻ ഡ്രൈവറാണ്. ഒന്നുമല്ല. പിന്നെ എന്നൊരു വല്യമ്പല മോനുണ്ട്. സ്തോത്രം. എന്താ പണി? ആ പുള്ളി പെയിന്റിംഗ് ആണ്. വണ്ടിയുണ്ടോ? ബൈക്കുണ്ടോ? ആ ഉണ്ട്, ബൈക്കുണ്ട്. സ്തോത്രം. പ്രൈസിലോ വാരി എടുക്കുന്നതായിട്ട് കാണുന്നതിന്. വണ്ടിയുണ്ടോ ചോദിച്ചു, അനിയനുണ്ടോ ചോദിച്ചു. അങ്ങനെയാണോ ചോദിക്കണത് പ്രവചനം? അതേ പ്രവചനം വേറൊരു ദിവസം ആ പ്രവചനം പറഞ്ഞു, ഇത് പഞ്ചായത്താണോ അതോ ഈ സിറ്റിക്കകത്തുള്ളതാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല അത് പഞ്ചായത്ത്. പഞ്ചായത്തിലെ മെമ്പർ ഒറ്റ വിടുന്നതിനകത്തൊന്ന് ആരാധിക്കാൻ പാടുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയല്ല പ്രവചനം പറയുന്നത്. കർത്താവ് പ്രവാചകനാണ്. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പ്രവചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് സക്കായിയെ ഇറങ്ങി വാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സക്കായി സ്തോത്രം എങ്ങനെ ഇറങ്ങി? ആ കാട്ടത്തിന്റെ പുറത്തിരിക്കുകയാണ്. അതിനൊക്കെ ഞാൻ വിശകലനം തരാം. സ്തോത്രം. കാട്ടത്തി ഒരു പ്രയോജനമില്ലാത്ത അത്തിയാണ്. ഒരു പ്രയോജനമില്ല. ഒരിക്കൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, കർത്താവും ശിഷ്യന്മാരൻ വിശന്നപ്പോൾ ഒരു അത്തിയെ കണ്ടു. അത്തി നോക്കിയപ്പോൾ നല്ല അത്തി കണ്ടോ? വലിയ വട്ടയിലേക്കുള്ള അത്തിയാണ്. ഇല കൊണ്ട് നിറഞ്ഞിരിക്കും. ഇവിടെ ഉണ്ട്. ആ സ്തോത്രം. ഇറങ്ങുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. കാണുമ്പോൾ നല്ല പുഷ്ടിയോടെ നിൽക്കും. അങ്ങനെയല്ലേ? അതിന്റെ കാണുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. സ്തോത്രം ചെയ്തു ഹല്ലേലൂയ. അപ്പോ സ്തോത്രം ചെയ്യുന്നു. ഇത് പ്രമാണം പറയുകയാണെങ്കിൽ സ്തോത്രം ചെയ്യുന്ന അതിനകത്ത് തായ്ക്കായോ അങ്ങനെ എന്തോ ഉണ്ട്. അതായത് ഒന്നെണ്ണം ഇട്ടേക്കണം, അവിടെ നിൽക്കും അതിനകത്ത്. അതായത് പറന്നു പോകുന്ന ദൂരെ നിന്ന് പറന്നു പറഞ്ഞ ഏതെങ്കിലും പക്ഷികൾക്ക് ആഹാരത്തിന് വേണ്ടി അതിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും വീണിട്ട് ഒരു പക്ഷിക്കോ ഒരു മനുഷ്യനോ അത് കഴിക്കാൻ വേണ്ടി ദൈവം കരുതുന്നതാണ്. അങ്ങനെ ഉണ്ടായിരിക്കണം. പക്ഷെ കർത്താവ് നോക്കിയപ്പോൾ അത്തി കണ്ടു. നമുക്ക് അവിടെ പോയി കത്തിപ്പഴം കഴിക്കാന്ന് വെച്ചപ്പോൾ അത്തിയില് ഒരു ഫലമില്ലായിരുന്നു. സ്തോത്രം ചെയ്തു. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? അതിനെ ശപിച്ചു. അതാണ് കാര്യം. അപ്പം നമ്മളെ കാണുമ്പോൾ നമുക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഫലം ഇല്ലാതെ വരരുത് മക്കള്. ഫലം വേണം. നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടായിരിക്കണം. നാം കേൾക്കുന്ന വചനത്തിന്മേൽ നാം അമ്മായിയുടെ മുമ്പാകെ, അമ്മായി മരുമക്കളുടെ മുമ്പാകെ, അമ്മാവൻ മരുമക്കളുടെ മുമ്പാകെ, മക്കളുടെ മുമ്പാകെ ഒക്കെ സ്തോത്രം നമ്മൾ ഫലമുള്ള ഒരു വിശ്വാസിയായിരിക്കണം. സ്തോത്രം ചെയ്യുന്നത്. എടാ എന്ന് വിളിക്കണേക്കാൾ മക്കളെ എന്ന് വിളിച്ചാൽ എന്നും നന്നായിരിക്കും. അല്ലേ? അങ്ങനല്ലേ? സ്തോത്രം ചെയ്യുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ ചെറുക്ക് പോട്ടാൻ എന്നൊക്കെ പറഞ്ഞ് പറയാണ്ട് സ്വന്തം മക്കളെയാണ് വിളിക്കുന്നത്. അങ്ങനെ നിങ്ങളാരും വിളിക്കാറില്ല. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ വിളിക്കരുത്. സ്തോത്രം ചെയ്യുന്നത്. എവിടെ വാടാ എന്ന് വിളിക്കണ മക്കളെ, മോനെ എവിടെ വാടാ എന്ന് വിളിച്ചാൽ എന്ത് നന്നായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ വരണം. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ. സക്കായി ഈ അത്തി വൃക്ഷത്തിന്റെ മണ്ടയിരിക്കുന്നു. കർത്താവിനെ ശപിച്ചു. മറ്റേ അവിടെ ശപിച്ചു. അത്തി മറ്റേ ശപിച്ചു. അപ്പൊ ഇവിടെ ഈ കാട്ടത്തി ഉണ്ട്. ഈ കാട്ടത്തിയിൽ ഫലം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഈ കാട്ടത്തിയുടെ മുകളിലിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഞാനാണ് ഇപ്പൊ കാട്ടത്തിന്റെ മുകളിലിരിക്കണമെങ്കിൽ കാട്ടത്തി എന്നുള്ളത് ഒരു പ്രയോജനമില്ലാത്തതാണ്, ഒന്നിനും കൊള്ളാത്തതാണ്. അതേപോലെയാണ് നാം ഇന്നത്തെ ലോകത്ത്. സ്തോത്രം ചെയ്യുന്നു. ഒരു വിദ്യാസമ്പന്നനാണെങ്കിൽ അത് കാട്ടത്തിന്റെ പുറത്താണ്. സ്തോത്രം ചെയ്യുന്നു. ധനവാനാണെങ്കിൽ അതും കാട്ടത്തിന്റെ പുറത്താണ്. സ്തോത്രം ചെയ്യുന്നു. സൗന്ദര്യമുണ്ടെങ്കിൽ അതും കാട്ടത്തിന്റെ പുറത്താണ്. ആരോഗ്യമുണ്ടെങ്കിൽ അതും കാട്ടത്തിന്റെ പുറത്താണ്. സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം.
ഹല്ലേലൂയ. സ്തോത്രം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ വിടാൻ മനസ്സില്ല. സ്തോത്രം. സക്കായിയുടെ സ്വഭാവം ഒന്നും വിടാൻ മനസ്സില്ല, ധനവാനായതുകൊണ്ട്. അപ്പൊ വിടാൻ മനസ്സില്ലാതെ ആവരുത് നമ്മൾ. സ്തോത്രം ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. സ്തോത്രം. അവിടെ നിന്ന് സക്കായി ഇറങ്ങിയിരിക്കുന്നതോ ബന്ധപ്പെട്ട് ഇറങ്ങുന്നതാണ്. ബന്ധപ്പെട്ട് അയ്യോ കർത്താവ് എന്നെ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇറങ്ങാൻ പ്രയാസപ്പെട്ടിട്ടായിരിക്കാം. നാമും അതുപോലെ ഇറങ്ങണം, താഴെ ഇറങ്ങണം. സ്തോത്രം. നിങ്ങളിൽ ആരെങ്കിലും അതേ കാട്ടത്തിന് പുറത്താണെങ്കിൽ ഇന്ന് നിങ്ങൾ താഴെ ഇറങ്ങണം. സ്തോത്രം ചെയ്യുന്നത് ഇത് നിങ്ങളാരെയും ചൂണ്ടി പറയുന്നതൊന്നുമല്ല, ഇത് ദൈവജനം നാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. സ്തോത്രം ചെയ്യുന്നത് ഇറങ്ങി താഴെ വരുമ്പോൾ സ്തോത്രം ചെയ്യുന്നത് താഴെ വന്നപ്പോൾ സക്കായി ഇപ്പൊ എത്രയുണ്ട്? സക്കായി പകുറല്ലേ? ഇത്രയും പേര് നിന്നപ്പോൾ ഇന്ന് ഞാൻ സക്കായി ഒന്ന് വിശകലനം ചെയ്തുതരാം. സ്തോത്രം ചെയ്യുന്നത് സക്കായിയെ കാണുമ്പോഴേ ആൾക്കാര് ഒന്നിനും പ്രാകുതോ വന്നു ഇല്ലേ? സാധാരണ പരീക്ഷ കൊടുക്കുന്നവരൊക്കെ അങ്ങനെയല്ലേ? സ്തോത്രം ചെയ്യുന്നത് പ്രാകും. അവനെ കാണുമ്പോൾ ചീത്ത കളിക്കുന്നവരുണ്ടാവാം, ചിലപ്പോൾ അവനെ സ്തോത്രം ചെയ്യുന്ന മാറി നിന്ന് കല്ലകെടുത്തുനിന്ന് മിണ്ടാൻ നിൽക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഇവനെ സ്തോത്രം ഇവനെ കൊണ്ടൊരു ശല്യമാണ് സക്കായിയെ കൊണ്ട്. കാരണം കണ്ട പൈസ ചോദിക്കും, സ്തോത്രം ചെയ്യുന്നു പൈസ തിരിച്ചു ചോദിക്കും. അങ്ങനെ ആർക്കും വേണ്ടാതിരുന്ന ആ സമൂഹത്തിൽ ആ കൂട്ടത്തിൽ ആർക്കും വേണ്ടാതിരുന്ന സക്കായിയെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പേര് വിളിച്ച് താഴെ ഇറക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. സക്കായി ഇപ്പൊ ഇവിടെ അയ്യോ എനിക്ക് തോന്നുന്നു ഒരു 7 പൊക്കത്തെ സക്കായി നിൽക്കുന്നത്. സ്തോത്രം. ഈ നാട്ടിൽ ഒറ്റത്തിന് വേണ്ട, അവർക്ക് സക്കായി വേണ്ട. നമ്മളൊക്കെ പലയിടത്തും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലേ? സ്തോത്രം. ബന്ധുക്കളെ സ്തോത്രം ചെന്ന് ഹല്ലേലൂയ. പല സ്ഥാനത്തും മാറ്റി നിർത്തിയിട്ടുണ്ട്, നമ്മൾ തള്ളപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. സ്തോത്രം ചെന്ന് എന്തുകൊണ്ടാ? അന്ന് നിങ്ങൾ ക്രിസ്തുവില്ലാത്തതുകൊണ്ടാ. സ്തോത്രം ചെന്ന് ഹല്ലേലൂയ. ഇത് നിങ്ങൾ മാറി നിർത്തില്ല. ഒരു പക്ഷേ സ്തോത്രം ഒരു പ്രാർത്ഥിക്കാനെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ദൈവമകനും ആയതുകൊണ്ടാണ്. സ്തോത്രം ചെന്ന് ഹല്ലേലൂയ. സക്കായി ഇറങ്ങി നിന്നിട്ട് ഓരോ കോളറെ കൊണ്ട് പിടിച്ച് നേരെ നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട, എന്റെ കർത്താവ് എന്നെ വിളിച്ചു. സ്തോത്രം. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത്രയും സമൂഹത്തിന് മുമ്പാകെ സ്തോത്രം ഇത്രയും പേരിരിക്കുമ്പോൾ സ്തോത്രം ചെന്ന് മകന് മാത്രം കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു ക്വാളിറ്റി എന്തായിരിക്കും? സ്തോത്രം ചെന്ന് അല്ലേ? അവന്റെ ഒരു അഭിമാനം എന്തായിരിക്കും? സ്തോത്രം. ആർക്കും വേണ്ടായിരുന്നു നമ്മെ സ്തോത്രം ചെന്ന് പല രീതിയിൽ സ്തോത്രം സ്വഭാവക്കാരിൽ കുറവായിരുന്നു നമ്മെ സ്തോത്രം ചെന്ന് വിദ്യാഭ്യാസമില്ലാത്ത നമ്മെ സ്തോത്രം ആരോഗ്യമില്ലാത്ത നമ്മെ സ്തോത്രം ചെന്ന് ഹല്ലേലൂയ സ്തോത്രം അർദ്ധപട്ടിക്കാരായ നമ്മെ ഇന്നും കർത്താവ് വിളിക്കുക നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അതിൽ പരം അഭിമാനം വേറെ വേണോ ദൈവമക്കളെ? കർത്താവ് നമ്മളോട് ഉണ്ടെങ്കിൽ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളോട് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മളോട് ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ഉണ്ട് ദൈവമക്കളെ. സ്തോത്രം. അവൻ ലോകാവസാനം വരെ നമ്മളോട് ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവരാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ അവസാനം വരെ അവൻ നമ്മളോട് ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്താണ്. അതിന് വള്ളിക്ക തെറ്റില്ല, അത് മാറുകയില്ല. ദൈവവചനം സ്തോത്രം ചെയ്ത് ദൈവം മാറാൻ മനുഷ്യനുമല്ല. സ്തോത്രം ചെയ്തു. മനുഷ്യൻ മാറിപ്പോവും. മനുഷ്യൻ സ്തോത്രം ചെന്ന് കൈവിട്ടു പോകും. നമ്മളെ കൈ കഴിഞ്ഞു കളയും. ഒരിക്കലും സ്തോത്രം ചെന്ന് അപ്പൊ ഞാനിവിടെ പറഞ്ഞത് മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ വാക്കുകൾ മാറ്റും, മനുഷ്യൻ മാറിപ്പോകും. നമുക്ക് ഇന്ന് പറയുന്നതല്ല ചിലപ്പോൾ നാളെ അവർ പറയുന്നത്. ഇന്ന് സ്തോത്രം നമ്മൾ രാഷ്ട്രീയക്കാർക്ക് നമ്മളോട് പ്രാർത്ഥിച്ചല്ലോ. സ്തോത്രം ചെയ്തു നിങ്ങൾ നോക്കിയാൽ ഇന്ന് പറയുന്നതല്ല അവരിപ്പോ നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നത്. ഇന്ന് നിൽക്കുന്ന പാർട്ടിയിലല്ല അവർ മറ്റന്നാൾ നിൽക്കുന്നത്. അങ്ങനത്തെ പല വിധത്തിലാണ് മനുഷ്യന്റെ പോക്കുകൾ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. മനുഷ്യനെ വിശ്വസിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞ കാര്യം. മനുഷ്യനെ വിശ്വസിക്കരുത്, മനുഷ്യനെ ആശ്രയിക്കുകയും ചെയ്യരുത്. മനുഷ്യനെ സ്നേഹിക്കാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ സ്നേഹിക്കാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യനെ സ്നേഹിക്കണം, നാം മനുഷ്യത്വമായിരിക്കണം നമ്മുടെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. അങ്ങനെ സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. സ്തോത്രം. ഇപ്പൊ സക്കായി മരത്തിന് ചുവട്ടിലുണ്ട്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. ഹല്ലേലൂയ. ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. എന്തിനു? അപ്പൊ സന്തോഷത്തോടെ. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത് അങ്ങനെയാണ്, സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിൽ സ്തോത്രം ക്രിസ്ത്യാനികൾ അല്ലാത്തവർ ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവം വിളിച്ചു വന്നവരാണ് പലരും. സ്തോത്രം. ദൈവത്തിന് ക്രിസ്ത്യാനികൾ തന്നെ വേണമെന്നില്ല. സ്തോത്രം ചെയ്യുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെയാണ് ക്രിസ്തുവിന് വേണ്ടത്. സ്തോത്രം ചെയ്യുന്നത് നാമധേയ ക്രിസ്ത്യാനികളെയും ദൈവത്തിന് വേണ്ട. സ്തോത്രം. ഇവിടെ സ്തോത്രം കർത്താവിന് ആര് മനസ്സ് കൊടുക്കുന്നുണ്ടോ, ഹൃദയം കൊടുക്കുന്നുണ്ടോ, അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവും, നമ്മുടെ കർത്താവ് ഉണ്ടാവും. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സ്തോത്രം സന്തോഷത്തോടെ കൈക്കൊള്ളണം. നമ്മുടെ കർത്താവ് എങ്ങനെ കൈക്കൊള്ളണം?
സന്തോഷത്തോടെ കൈക്കൊള്ളണം. സ്തോത്രം ചെയ്യുന്നത്. നിങ്ങളെ വീട്ടിൽ എത്ര പേർക്ക് സന്ധ്യാപ്രാർത്ഥന ഉണ്ട്? സ്തോത്രം ചെയ്യുന്ന സന്ധ്യാപ്രാർത്ഥനകൾ വേണം. സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ വീടിനകത്ത് സീരിയലൊക്കെ മാറ്റി വെച്ചിട്ട് സ്തോത്രം ചെയ്യുന്ന സന്ധ്യാപ്രാർത്ഥനകൾ വേണം. സ്തോത്രം ചെയ്യുന്നത്. നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കണം. സ്തോത്രം ചെയ്യുന്നത്. എന്റെ മകൻ സ്തോത്രം ചെയ്യുന്ന വചനം വായിക്കാൻ മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. ആ സ്തോത്രം ബൈബിൾ വായിച്ചാണ് മലയാളം വായിച്ച് പഠിച്ചത്. സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് കാരണം അത് മാത്രമല്ല, അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കണം. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനും നമുക്ക് ജ്ഞാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളും ബൈബിൾ വായിക്കണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതായത് സന്തോഷത്തോടെ കൈക്കൊണ്ട് ഇന്ന് കർത്താവ് സന്തോഷത്തോടെ കൈക്കൊണ്ട് ഒരു കൈവെട്ടി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത് നഷ്ടമല്ല ദൈവമക്കളെ. സ്തോത്രം ചെയ്യുന്നു. ഇത് ലാഭകരമാക്കുന്ന കർത്താവുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണ്. ഹല്ലേലൂയ. അവൻ സന്തോഷത്തോടെ കൈക്കൊണ്ടിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ വല്ലതും ദോഷമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ 4 മടക്ക് ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. ഞാൻ ആരോടെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനും ഞാൻ പ്രതിവിധി ചെയ്യാം. അങ്ങനെ ഒരു ഏറ്റുപുറത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ കർത്താവ് പറയും, ഇവനും അബ്രഹാമിന്റെ മകനായ ആകയാൽ ഈ വീട്ടിന് എന്ന് രക്ഷ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് രക്ഷ വേണം? ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തോത്രം, അയ്യോ എന്റെ ജനം ഈ വാക്ക് കേട്ട് അനുസരിച്ച് കൊള്ളാമായിരുന്നു. എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ച് കൊള്ളായിരുന്നു എങ്കിൽ ഞാൻ അവരുടെ നേത്രമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്ന തേൻ കൊണ്ടും അവരുടെ ശത്രുക്കളെ അവരുടെ മുമ്പിൽ ഓടിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. എന്റെ ജനം എന്റെ വാക്കുകൾ അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. സ്തോത്രം. ഇവിടെ നിങ്ങൾ എല്ലാവരും എനിക്ക് നല്ല കുട്ടികളായിട്ട് ഇരുന്ന് കേട്ടു. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. എനിക്കതിൽ സന്തോഷമുണ്ട്. സ്തോത്രം. അതേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്തോത്രം അത് സന്തോഷകരമാകണമെങ്കിൽ, അത് സ്തോത്രം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് അത് പ്രവൃത്തിയിൽ വരണമെങ്കിൽ നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കണം. സക്കായിയെ സ്തോത്രം നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിനേക്കാൾ ഉള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇതിനേക്കാളും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലായിട്ടില്ലായിരിക്കാം. സ്തോത്രം. പക്ഷേ വിടേണ്ടത് വിടണം. സ്തോത്രം ചെയ്യുന്നത് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കണം. അതെങ്ങനെ സ്വീകരിക്കണം? സന്തോഷത്തോടെ സ്വീകരിക്കണം. സ്തോത്രം ചെയ്യും. സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം സന്തോഷം തന്നെ ഉണ്ടാകും. ദൈവം പറയുന്നത് വിതയ്ക്കുന്നത് കൊയ്യും. നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത്? നിങ്ങൾ അസൂയ വിതയ്ക്കുന്നുണ്ടെങ്കിൽ അസൂയ കൊയ്യും. നിങ്ങൾ ദ്രോഹം വിതയ്ക്കുന്നുണ്ടെങ്കിൽ ദ്രോഹം കൊയ്യും. സ്തോത്രം ചെയ്യും. നിങ്ങൾ സ്നേഹം വിതയ്ക്കുന്നുണ്ടെങ്കിൽ സ്നേഹം തിരിച്ചു കിട്ടും. നിങ്ങൾ ദൈവനാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതിനെ മടങ്ങായിട്ട് തിരിച്ചു കിട്ടും. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ അതിന് തയ്യാറാണോ? സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ നമ്മളെ കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ടെ.